Hi, my dear students. Let's discuss the important points in the chapter Amigo Brothers by Perry Thomas. The main two characters of the story are Antonio Cruz and Felix Vargas. Let's discuss the similarities and dissimilarities between them. They were both 17 years old. Both of them were 17 years of age. They were sought together in friendship so that they thought themselves to be amigo brothers. They felt themselves as brothers. They had their childhood experience in the same building. So they were living in same building in same place of a same street. Antonio was fair, lean and lanky. The nature of Antonio is discussing here. He was fair, lean and lanky. He was a little bit thin. And Felix was dark, short and husky. And Felix was dark. His color was dark and husky and short. He was low of height and husky. Antonio's hair was always falling over his eyes, and while looking to his Antonio's hairs, it will be always falling over his eyes. And Felix wore his black hair in a natural afro style, and Felix made his hair to be in a natural afro style. Each youngsters had a dream to become lightweight champions of the world. Both of them were dreaming about how to become the lightweight champions of the world. Both of them were hardworking, and both of them worked all of the time to be a champion while running. We can see them one morning in the riverside and in a gym working out in special cases. And the main activity of this chapter is how to make an announcement. നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന ആക്ടിവിറ്റി, എക്സാമിന് ചോദിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഈ രണ്ട് ബോയ്സിൻ്റെയും മാച്ച് അനൗൺസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്, അതല്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിൻ്റെ, സ്കൂളിൽ നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിൻ്റെ സ്ക്രിപ്റ്റ് ഓഫ് അനൗൺസ് ചെയ്യുന്ന, അതായത് സ്റ്റേജിൽ അടുത്തതായി നടക്കാൻ പോകുന്ന പ്രോഗ്രാം എന്നുള്ള രീതിയിൽ വരുന്ന അനൗൺസ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. Let's go through an announcement of the boxing match. So we make announcements to get the attention of the audience. നമ്മൾ അനൗൺസ്മെൻറ്റ്സ് ചെയ്യുന്നത് എന്തിനാണ്? ഓഡിയൻസിൻ്റെ അറ്റൻഷൻ, അവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനൗൺസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു അഡ്രസ്സ് വേണം. അതായത് ആരെയാണോ നമ്മൾ വിളിക്കുന്നത് അവരെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഓഡിയൻസിനെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് നോക്കാം. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്നാണ് ഇതിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ആൾ. ദെൻ എന്താണ് ആ സിറ്റുവേഷൻ, ഏതാണോ, രാവിലെയാണോ വൈകുന്നേരമാണോ, അന്ന് ഗ്രീറ്റ് ചെയ്യുക, നമ്മുടെ ഓഡിയൻസിനെ ഒന്ന് ഗ്രീറ്റ് ചെയ്യാം. ദ നെക്സ്റ്റ് ഈസ് ദ അനൗൺസ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റാർട്ട്സ് ഫോർ ദ അനൗൺസ്മെൻറ്റ്. അപ്പോൾ അടുത്തൊരു പാരഗ്രാഫായിട്ട് കൊടുക്കാം. It is the golden moment we have been waiting for, main event between two fine young fighters. അപ്പോൾ ഏതാണോ ആ ഒക്കേഷൻ, എന്താണ് നടക്കാൻ പോകുന്ന, നമ്മൾ ഈഗർലി വെയിറ്റിംഗ് ഫോർ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഏത് പ്രോഗ്രാമാണ്, ഏത് ബോക്സിംഗ് മാച്ചാണ് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള മാച്ചിങ് ആണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അനൗൺസ് ചെയ്യുന്നത്. It is the golden moment we all have been waiting for, the main event between two fine young fighters. ഇനി ആരൊക്കെ തമ്മിലുള്ള മത്സരമാണ് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ടുപേരെയും പരിചയപ്പെടുത്തുകയാണ് ഓഡിയൻസിന്. ഇൻ വൺ കോർണർ വെയിറ്റിംഗ് 134 pounds ഫെലിക്സ് വർഗാസ്, ആൻഡ് ഇൻ ദ അതർ വെയിറ്റിംഗ് 133 pounds അന്റോണിയോ ക്രൂസ്. അപ്പോൾ രണ്ടുപേരെയും അഡ്രസ്സ് ചെയ്യാണ്. ഒരു കോർണറിൽ, അതായത് ബോക്സിംഗ് റിങ്ങിൻ്റെ ഒരു കോർണറിൽ ആര് നിൽക്കുന്നുണ്ട്? 134 pound ഉള്ള, അതായത് അത്രയും വെയിറ്റ് ഉള്ള ഫെലിക്സ് വർഗാസ് നിൽക്കുന്നുണ്ട്. ആൻഡ് ഇൻ അനദർ കോർണർ, അടുത്ത കോർണറിൽ ആര് നിൽക്കുന്നുണ്ട്? വെയിറ്റിംഗ് 133 pounds അന്റോണിയോ ക്രൂസ്. അപ്പോൾ രണ്ടുപേരെയും എത്ര പൗണ്ടാണ്, എത്ര വെയിറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത്. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഫൈറ്റ്. ഉറപ്പായിട്ടും ഇതെന്തായിരിക്കും? ഇത് വലിയ ഒരു മത്സരം തന്നെയായിരിക്കും. എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ ആൾ. ഇതെന്തായിരിക്കും? എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ആയി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം എന്താണ്? ഇത് രണ്ട് പേരും ഫ്രണ്ട്സാണ്. രണ്ടുപേരും ഒരുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, ചെറുപ്പകാലം തൊട്ടേ ഒരുപോലെ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. ഈ മത്സരം തമ്മിൽ പോരാടുന്നത് ഈ രണ്ട് പേര് തമ്മിലാണ്. The winners will represent the boys club in the tournament of champions, the Golden Gloves.
പ്ലീസ് സപ്പോർട്ട് ദ ബോക്സസ് വിത്ത് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ദി ഗെയിം. അപ്പോൾ ഇതിലെ വിജയികൾക്ക് കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലെ വിജയികൾക്ക് എന്താവും, ദ വിന്നേഴ്സ് വിൽ റെപ്രസെൻറ്റ്, അതല്ലെങ്കിൽ ദ വിന്നേഴ്സ് വിൽ ബി അവാർഡഡ്, എന്താണ് അവർക്ക് കിട്ടുന്ന അവാർഡുകൾ, അതല്ലെങ്കിൽ എന്താണ് അവർക്ക് കിട്ടുന്ന അവസരം എന്നുള്ളത്, ചാൻസ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ബോക്സിംഗ് മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാലാണ് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ദ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇതിൽ ആര് വിജയിക്കുന്നോ അവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതാണ് ഇവർക്ക് കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത്. പ്ലീസ് സപ്പോർട്ട് ദ ബോക്സസ് വിത്ത് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ഗെയിം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഓഡിയൻസിനോട് പറയണം, എല്ലാവരും ബോക്സിംഗ് റിങ്ങിലുള്ള രണ്ടാളുകളെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, അനൗൺസ്മെൻറ്റ്. ഇനി ഇതിൽ ഈ മത്സരത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ഈ സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലാസ്റ്റിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, ആം ഇൻ ആം ദ ചാമ്പ്യൻസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിംഗ്, റൈറ്റ്, 5 points ആൻഡ് അഗെയിൻസ്റ്റ് ആൻ ആക്ഷൻ ഓഫ് അമിഗോ ബ്രദേഴ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് പേരും അനൗൺസ്മെൻറ്റിന് വെയിറ്റ് ചെയ്യാതെ, കപ്പൊന്നും വാങ്ങാതെ, അതല്ലെങ്കിൽ ആരാണോ വിൻ ചെയ്തത് എന്നുള്ളതൊന്നും റിസൾട്ടൊന്നും കേൾക്കാൻ നിൽക്കാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ലീവ് ചെയ്യുന്നുണ്ട്. ആമീൻ ആം, അതായത് കൈ കോർത്തുകൊണ്ട് മടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഇതൊരു ഡിബേറ്റിന് ചാൻസ് ഉള്ളൊരു പോയിൻ്റാണ്. അതായത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് വിജയ് എന്തായാലും സ്റ്റേജിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബോക്സിംഗ് റിങ്ങിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ഓപ്പോസ് ചെയ്തുകൊണ്ടും കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാക്കേണ്ടത്, ഒരു ഡിബേറ്റ് പോയിൻറ്റ്സ് പോലെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും, നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആം ഇൻ ആം ദ ചാമ്പ്യൻസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിംഗ്, റൈറ്റ്, 5 points for and against the action of Amigo Brothers. 5 points for and against of അമിഗോ ബ്രദേഴ്സ്. അവർ ചെയ്ത കാര്യത്തിൽ 5 പോയിൻറ്റ്സ് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ 5 പോയിൻറ്റ്സ് അവരെ ചെയ്തതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടും നമ്മൾ കണ്ടെത്തേണ്ടതാണ്. നമുക്ക് എങ്ങനെയാണ് അതൊന്ന് ചെയ്യാമെന്നുള്ളത് അനലൈസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ചെയ്യണം. അതായത് സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒപ്പോസ് ചെയ്തുകൊണ്ടും 5 പോയിൻറ്റ്സ് വീതം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു സൈഡ് ഹെഡിങ് കൊടുക്കുക, പോയിൻറ്റ്സ് ഇൻ ഫേവർ എന്നുള്ള രീതിയിൽ. അവർ ചെയ്തത് നല്ല കാര്യമാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് കണ്ടെത്തേണ്ടത്. അപ്പോൾ സൈഡ് ഹെഡിങ് ആയിട്ട് കൊടുക്കണം ആൻസർ ചെയ്യുന്ന സമയത്ത്, പോയിൻറ്റ്സ് ഇൻ ഫേവർ. പാർട്ടിസിപ്പേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ റിസീവിങ് എ പ്രൈസ്. എന്താണ്, എങ്ങനെയാണ് അവർ ചെയ്ത കാര്യം നല്ലതാണ് എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. പാർട്ടിസിപ്പേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു മാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, ഒരു പ്രൈസ് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും എന്നുള്ള രീതിയിൽ. ഫ്രണ്ട്ഷിപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ എനി പ്രൈസ്. ഇതിൽ ആര് വിജയിച്ചു എന്നുള്ളതൊരു പ്രശ്നമില്ല, അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് വിജയിച്ചത് എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദേ ബോത്ത് കൺസിഡേർഡ് ദംസെൽഫ് ആസ് എ ചാമ്പ്യൻസ്. അവർക്ക് രണ്ട് പേരും തമ്മിൽ ചാമ്പ്യൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ബോത്ത് കൺസിഡേർഡ് ദംസെൽഫ്സ് ആസ് ചാമ്പ്യൻസ്. രണ്ടുപേരും പരസ്പരം വിജയിച്ചതായിട്ട് അവർ തന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പോയിന്റ്. റിസീവിങ് എ പ്രൈസ് ബൈ 1 person വിൽ മേക്ക് അനദർ പേഴ്സൺ ഹാപ്പി. ഒരാൾ പ്രൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മറ്റൊരാൾക്ക് അത് വിഷമമായിട്ട് തോന്നും എന്നുള്ള രീതിയിലാണ് അടുത്തൊരു പോയിന്റ്. പെർഫോമൻസ് ഈസ് ഗ്രേറ്റർ ദാൻ റിസൾട്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടിനെക്കാട്ടിലും ഏറ്റവും നല്ലത് എന്താണ്, അതിൻ്റെ ആ മാച്ചിലെ പെർഫോമൻസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ ഒരു പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് രണ്ടാമത്തെ ഒരു സെക്ഷനെ ആൻസർ ചെയ്തിട്ടുള്ളൂ. പോയിൻറ്റ്സ് അഗെയിൻസ്റ്റ്, അവർ ചെയ്ത കാര്യം തെറ്റാണ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാക്കുക. രണ്ടും ചെയ്യേണ്ടത് ഒരേ ഒരു ആൻസറിൽ തന്നെയാണ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ പോയിൻറ്റ്സ് അഗെയിൻസ്റ്റ് ആൻഡ് പോയിൻറ്റ്സ് ഫേവർ എന്നുള്ള രീതിയിൽ രണ്ടും ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ പോയിൻറ്റ്സ് അഗെയിൻസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ദിസ് ആക്ഷൻ ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ ഗെയിം. ഇതെന്താണ്, ഇവർ ചെയ്ത കാര്യം, അതായത് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാതെ, കപ്പൊന്നും റിസീവ് ചെയ്യാതെ അവർ ഇറങ്ങിപ്പോയത് എന്താണ്, അത് അഗെയിൻസ്റ്റ് ദ റൂൾസ് ഓഫ് എ ഗെയിം, ഒരു ഗെയിമിൻ്റെ റൂൾസിന് എതിരെയാണ്. ദെയർ ആക്ഷൻസ് ഡിസ്ട്രോയ് ദ ബ്യൂട്ടി ഓഫ് ദി ഗെയിം. അത് മാത്രമല്ല, ഒരു വിജയി ഇല്ലാതെ ഒരു ഗെയിം അവസാനിച്ചു എന്നുള്ളത് എന്താണ്, ഗെയിമിൻ്റെ ബ്യൂട്ടി, ഗെയിമിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ദേ മേക്ക് ദ ഗെയിം ഇൻകംപ്ലീറ്റ്. അവർ ചെയ്ത കാര്യം എന്താണ്, ആ ഗെയിം ഒരു ഇൻകംപ്ലീറ്റ് ആയ പോലെ ആയി എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട്, അവർ ചെയ്ത കാര്യത്തെ ഒപ്പോസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്ന പോയിൻറ്റ്സ് ആണ്. ദെയർ ആക്ഷൻ ഡിസ്ട്രോയ് ദ ബ്യൂട്ടി ഓഫ് ദി ഗെയിം. ദേ മേക്ക് ദ ഗെയിം ഇൻകംപ്ലീറ്റ്. ദെയർ ആക്ഷൻ ഡിസ്ട്രോയ് ദ സ്റ്റാറ്റസ് ഓഫ് എ റെഫറി. അത് മാത്രമല്ല, അവർ ആരാണ് ജയിച്ചത്, ഹു വിൻസ്, അതിൽ ആരാണ് ജയിച്ചത് എന്നുള്ളത് പോലും നോക്കാതെ റഫറിയെ മൈൻഡ് ചെയ്യാതെ അവർ ഇറങ്ങിപ്പോയത് എന്താണ്, അത് ഒരു റഫറിയുടെ പൊസിഷന്, സ്റ്റാറ്റസിന് എന്താണ്, എതിരായിട്ടാണ്. ദെയർ ആക്ഷൻ വാസ് അഗെയിൻസ്റ്റ് ദ വിഷ് ഓഫ് ദി ഓഡിയൻസ്. അത് മാത്രമല്ല, ഓഡിയൻസിന് എന്താണ്, ഒരു ടീം അതല്ലെങ്കിൽ ഒരു ആൾ വിജയിച്ചു കഴിഞ്ഞാൽ അയാൾ ഒന്ന് അക്നോളജ് ചെയ്യുന്നത്, എല്ലാ ഓഡിയൻസിനെ അഭിവാദ്യം ചെയ്യുന്നത് എന്താണ്, അത് ഓഡിയൻസിന് അതിയായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓഡിയൻസിനെ മൈൻഡ് ചെയ്യാതെ, റിസൾട്ട് വെയിറ്റ് ചെയ്യാതെ അവർ ഇറങ്ങിപ്പോയത് എന്താണ്, മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ 5 പോയിൻറ്റ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും.